ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന ഇഡിയുടെ അപേക്ഷയിൽ വാദം പൂർത്തിയായി. ഉത്തരവ് ഉടൻ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും, ഒപ്പം ആർ അച്യുതനും ബൽറാം നെടുങ്ങാടിയും ചേരും. ആദ്യം രാധാകൃഷ്ണനിലേക്ക്. രാധാകൃഷ്ണൻ, ഇരുഭാഗങ്ങളും വളരെ ശക്തമായ വാദം ഇഡി കോടതിയിൽ ഉന്നയിക്കുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് കെജ്രിവാളിന്റെയും വാദം, ഇരുവിഭാഗങ്ങളുടെയും വാദം എത്രത്തോളം ശക്തമായിരുന്നു കോടതിയിൽ? എപ്പോഴേക്ക് നമുക്കൊരു തീരുമാനം അറിയാൻ സാധിക്കും? ആർക്കെ അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ കോടതിയിൽ നിന്ന് ഉണ്ടാകും. കോടതി ഓർഡർ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന വാദങ്ങൾ തന്നെ കോടതിയിൽ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ PMLA കേസുമായി ബന്ധപ്പെട്ട് PMLA കേസിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന അറസ്റ്റ്, ആ അറസ്റ്റ് നിയമപരമാണോ അല്ലയോ എന്ന വിഷയത്തിലാണ് ഇരു വിഭാഗങ്ങളും വാദം ഉന്നയിച്ചത്. അറസ്റ്റ് നിയമപരമായി എന്നത് തെളിയിക്കാനായി ED ശ്രമിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം പറഞ്ഞത് 45 കോടിയുടെ ഹവാല പണം കൈകാര്യം ചെയ്ത നടപടി അത് ഈ PMLA കീഴിൽ വരുന്നതാണ്. മാത്രമല്ല ഈ കിക്ക് ബാക്കുകൾ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന്. ബൽറാം നെടുങ്ങാടിയിലേക്ക് കൂടി പോവുകയാണ്. ബൽറാം, തെളിവുകൾ അടക്കമുണ്ട് എന്ന് ഇഡി അറിയിക്കുന്ന ഒരു സാഹചര്യം, ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ ഇഡി കോടതിയിൽ ഹാജരാക്കിയോ? ഈ ഒരു തെളിവുകൾ കോടതി ഏത് തരത്തിലാണ് ഇത് മുഖവിലക്കെടുത്തത്? അത്തരത്തിലുള്ള നടപടികളും കോടതിയിൽ എങ്ങനെയാണ് നടന്നത്? ഇത് കോടതി ഏത് വിധമാകും കാണുക? ഈ ഒരു തീരുമാനം അത് നമ്മൾക്ക് എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം ബൽറാം? ശ്രീലക്ഷ്മി, അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ കോടതിയുടെ ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ആർക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരവ് ഡിക്റ്റേറ്റ് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 6 മണിക്ക് മുമ്പായി തന്നെ ഉത്തരവ് ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെജ്രിവാളിനെതിരെ അതിശക്തമായ വാദമുഖങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഉന്നയിച്ചത്. ഈ ഇടപാടിലെ അഴിമതിയിലെ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണ്. കാരണം ഈ അഴിമതിക്ക് പിന്നിൽ വലിയൊരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയ തലത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നത്. ഒരു സർക്കാരിന്റെ നയം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ നയം അത് എന്താണ് എന്നുള്ളത് ഈ ലേലത്തിൽ പങ്കെടുക്കുന്ന കമ്പനികൾക്ക്, അതിൽ വ്യവസായികൾക്ക് ചോർത്തി നൽകി എന്ന ഗുരുതരമായ അഴിമതി നടന്നിരിക്കുന്നു. ഇത്തരത്തിൽ സംഭവിക്കണമെങ്കിൽ അതിൽ ഈ സർക്കാരിന്റെ തന്നെ പ്രധാന വ്യക്തികളിൽ നിന്നും നേതാക്കളിൽ നിന്നും ഉള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും അവസാന വാക്കാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഈ അഴിമതിയുടെ കിങ് പിൻ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അറിയിച്ചത്. കൂടാതെ അന്വേഷണവുമായി കെജ്രിവാൾ സഹകരിക്കുന്നില്ല. 9 തവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാൻ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ 10 ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. കെജ്രിവാളിനെതിരെ വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് തന്നെയാണ് ED കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും തെളിവുകൾ നശിപ്പിക്കാനുള്ള ഇടപെടലുകൾ കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നും മൊബൈൽ ഫോണുകളടക്കം നശിപ്പിച്ചു എന്നുമുള്ള വാദമുഖങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ആവശ്യമായ രേഖകൾ നൽകാനും അന്വേഷണവുമായി സഹകരിക്കാനും കെജ്രിവാൾ തയ്യാറായിരുന്നു എന്നും അതിനായുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നും, എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ധൃതി പിടിച്ചുള്ള അറസ്റ്റ് നടപടിയിലേക്ക് പോകുന്നു എന്നുമുള്ള ചോദ്യമാണ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് റിമാൻഡ് വേണം എന്ന ആവശ്യത്തെ അദ്ദേഹം ശക്തമായി തന്നെ എതിർത്തിരിക്കുകയാണ്. എന്തായാലും കോടതി ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉത്തരവ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. കെജ്രിവാളിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകുമോ, അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിടുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ് ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ നിന്നും വരാനിരിക്കുന്നത്. ശ്രീലക്ഷ്മി, വളരെ സ്വാഭാവികമായി ഇന്ന് ജാമ്യം ലഭിച്ചില്ല എങ്കിൽ അത് കടുത്ത പ്രതിസന്ധിയിലേക്ക് ആം ആദ്മി പാർട്ടിയും തള്ളിവിടില്ലേ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത്. മാത്രമല്ല, ജയിലിൽ നിന്ന് ഭരിക്കും എന്ന് ആം ആദ്മി പാർട്ടി പറയുന്നുണ്ടെങ്കിൽ പോലും അത് BJP ഉൾപ്പെടെ വലിയ സമ്മർദ്ദം ലഫ്റ്റനന്റ് കേണൽ വഴിയൊക്കെ ചെലുത്താൻ സാധ്യതയുണ്ട്. അത് വീണ്ടും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാവുന്ന തരത്തിലുള്ള പ്രചാരണത്തിനും വഴിവെക്കില്ലേ? തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാൾ എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ എല്ലാമാണ്. പാർട്ടിയുടെ സ്ഥാപക നേതാവ്, പാർട്ടിയുടെ മുഖം, മുദ്രാവാക്യം എല്ലാം കെജ്രിവാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജയിലിലാവുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം ഇല്ല എങ്കിൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. അതിലെ ഏറ്റവും പ്രധാനം 11 വർഷം മുമ്പ് അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായി രംഗത്തെത്തിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി.
ആ പാർട്ടിയുടെ സ്ഥാപക നേതാവ് തന്നെയാണ് ഇപ്പോൾ അഴിമതി കേസിൽ ആരോപണ വിധേയനായി അറസ്റ്റിലാകപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിരിക്കുന്നു. കൂടാതെ ഈ പാർട്ടി രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയും അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയ ഒരു പാർട്ടിയാണ്, നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തിനെതിരെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നു എന്നതുപോലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി അത് കളങ്കമാണ്. എന്നാൽ ആം ആദ്മി പാർട്ടി ആകട്ടെ ഇതിനെ മറികടക്കുന്നതിനായി ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ എന്ന പ്രചരണമാണ് തുടക്കം മുതൽ നടക്കുന്നത്. ഇത് തിരിച്ചടിയാകാതിരിക്കാൻ അത് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആസൂത്രണങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിലേക്ക് എത്തും എന്ന് വ്യക്തമായിരുന്നു. ഈ മനീഷ് സിസോദിയക്കെതിരായ കുറ്റപത്രത്തിൽ തന്നെ കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് ഈ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അവസാന കൂടിയാലോചന യോഗം, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഷയിൽ ഗൂഢാലോചന നടന്നത് എന്നുള്ളതാണ് വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കെജ്രിവാളിലേക്ക് എത്തും എന്ന് ഉറപ്പായിരുന്നു. അദ്ദേഹത്തെ സാക്ഷിയായാണോ പ്രതിയായാണോ ചോദ്യം ചെയ്യുന്നത് എന്ന് സമൻസുകളിൽ വ്യക്തമാക്കാൻ ഇഡി തയ്യാറായില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന ഉറപ്പ് നേരത്തെ മുതൽ ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കളെല്ലാം തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം, അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന പ്രതികരണങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ പലതവണ നടത്തിയിട്ടുണ്ട്. അത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായ തയ്യാറെടുപ്പുകൾക്കുള്ള സമയവും ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു തയ്യാറെടുപ്പുകൾ എന്നുള്ളത് ഈ കെജ്രിവാളിന് പകരം എന്ത് ചെയ്യണം, ആര് മുഖ്യമന്ത്രിയാകണം, എങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഉന്നത സമിതിയിൽ ചർച്ച ചെയ്തിരുന്നു. ഇത് രാഷ്ട്രീയമായി നേരിടാൻ ഏറ്റവും അനുയോജ്യം കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തന്നെ തുടരുക എന്നുള്ളതാണ്. സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലായ ശേഷം ജയിലിൽ അദ്ദേഹം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പ് ചുമതലകൾ മറ്റ് മന്ത്രിമാർ വഹിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം മാസങ്ങളോളം മന്ത്രിപദം ഒഴിയാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കാൻ കെജ്രിവാൾ തയ്യാറായിരുന്നില്ല. സമാനമായി തന്നെ ഒരു നീക്കം കെജ്രിവാളിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ മറ്റ് മന്ത്രിമാർ ചുമതലകൾ നിർവഹിക്കും, മുഖ്യമന്ത്രിയായി കെജ്രിവാൾ തുടരുക എന്നുള്ളത് തന്നെയാണ്. ഇതിലൂടെ ഈ ഒരു കെജ്രിവാൾ ഇപ്പോൾ രാജിവെക്കുകയാണ് അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാകും, അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ള ഒരു വാദമുഖം ഉണ്ട്. അതിന് കൂടുതൽ പരിഗണന ആം ആദ്മി പാർട്ടി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പകപോക്കലാണ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ കഴിയുമെന്ന് ബിജെപി വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഒന്നും തന്നെയില്ല. നിരവധി നേതാക്കളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡുകളിൽ ഇതുവരെയും 100 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന ഏജൻസിക്ക് 1 രൂപ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ വാദമുഖങ്ങളാണ് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത്. അത് മുൻനിർത്തിയുള്ള പ്രചരണം തന്നെയാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നതും. രാഷ്ട്രീയമായും ഈ ഒരു സാഹചര്യത്തെ ഏത് തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രയോജനപ്പെടുത്താം എന്നുള്ള കൂടിയാലോചനകൾ ആം ആദ്മി പാർട്ടിയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും അനുകൂലമായ ഒരു സഹതാപ തരംഗം ഈ കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. തുടർച്ചയായുള്ള പ്രതിഷേധങ്ങളിലൂടെ, തെരുവിലിറങ്ങിയുള്ള സമരങ്ങളിലൂടെ എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആഹ്വാനമാണ് ഇന്നലെ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതൃത്വം അണികൾക്ക് നൽകുകയും ഇന്ന് രാവിലെ മുതൽ ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ അതിശക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തതിനുള്ള പ്രധാന കാരണവും. ശരി ബൽറാം, തുടരുക. രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ആർക്കെ, കോടതി മുറിയിൽ ഇന്ന് വലിയ വാദങ്ങൾ നടന്നു, രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ നടന്നു. പ്രത്യേകിച്ച് മുമ്പ് മനീഷ് സിസോദിയയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതിയിൽ പരിഗണിക്കുമ്പോൾ അവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം ഈ മാപ്പ് സാക്ഷികളുടെ മൊഴികൾക്കപ്പുറത്തേക്ക് തെളിവുകൾ എന്തുണ്ട് എന്നതായിരുന്നു. ഇന്ന് ഈ കേജ്രിവാളിനെതിരെ ഈ പണമിടപാട് നടത്തിയതിന് ഇ ഡി വ്യക്തമായ തെളിവുകൾ ഹാജരാക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയം കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആദ്യാവസാനം ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 3 മുതിർന്ന അഭിഭാഷകരാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായത്. അതിൽ മനീഷ് സിസോദിയ ഈ കേസുമായി ബന്ധപ്പെട്ട് PMLA ആക്ടിൽ പറയുന്ന വിധത്തിലുള്ള
നടപടികളൊന്നും പാലിക്കാതെയാണ് ഈ അറസ്റ്റ് എന്ന കാര്യമാണ് അദ്ദേഹം വാദിച്ചത്. സെക്ഷൻ 19 അനുസരിച്ചാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. സെക്ഷൻ 19 അനുസരിച്ച് അറസ്റ്റ് ചെയ്യണം ഒരു വ്യക്തിയെങ്കിൽ ആ വ്യക്തി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രഥമ ദൃഷ്ടിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ കേസിൽ അത് ഉണ്ടായിട്ടില്ല. മനീഷ് സിസോദിയ കേസിൽ അടക്കം ഇത് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതാണ്. ഏതെങ്കിലും മാപ്പുസാക്ഷികളുടെ തെളിവുകൾ അല്ലെങ്കിൽ മാപ്പുസാക്ഷികളുടെ മൊഴികൾ മാത്രം വെച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു വാദം. തുടർന്ന് വാദിച്ച അഭിഭാഷകരും ഈ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ ഇഡിയുമായി സഹകരിക്കുന്നില്ല, ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത്, ആ ചോദ്യങ്ങൾ ഏതാണെന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വ്യക്തത നൽകാൻ തയ്യാറാണ്. ഒരു വിധത്തിലും അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഇഡി പറയുന്ന കാര്യങ്ങൾ ഏറ്റുപറയാൻ തങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു കേസിൽ കക്ഷി ചേർക്കാൻ അത് കാരണമാകരുത് എന്നുള്ളതാണ് ഇഡി വിശദീകരിച്ചത്. ഈ വാദങ്ങളുടെ ചുരുക്കം ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ടു നിന്ന വാദങ്ങളുടെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകരുടെ വാദത്തെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം. അതേസമയം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹാജരായത് AST രാജു ആണ്. അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടന്നിരിക്കുന്നത്. മാത്രമല്ല ഈ കേസിൽ അരവിന്ദ് കെജ്രിവാള് കിങ് പിങ് ആണ് എന്ന വാദവും അദ്ദേഹം ഉയർത്തി. ഈ കേസിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചെറിയ ബന്ധമല്ല അരവിന്ദ് കെജ്രിവാളിന് ഉള്ളത്. ഈ കേസ് ആകെ നടന്നിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിജയ് നായറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കോടതിയിൽ ജാമ്യാപേക്ഷയിലുള്ള വാദം പൂർത്തിയായിരിക്കുന്നു. ഒപ്പം കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നു ED. ഏതായാലും രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ എന്താണ് കോടതിയുടെ തീരുമാനമെന്നതാണ് ആകാംക്ഷ. അല്പസമയത്തിനകം തന്നെ കോടതി ഉത്തരവ് പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഡൽഹി ആകെ സ്തംഭിക്കുന്ന തരത്തിൽ AAPയുടെ വലിയ പ്രകടനങ്ങൾ, റോഡിൽ കിടന്നുള്ള പ്രതിഷേധം, മന്ത്രിമാരടക്കം അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായി. ഇന്നത്തെ കോടതിയുടെ വിധി അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായാൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അത്തരത്തിലൊരു മുൻകരുതൽ ഡൽഹിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും മറ്റ് സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ? കോടതിക്ക് പുറത്തോ മറ്റോ അല്ലെങ്കിൽ അതിന്റെ പരിസര പ്രദേശങ്ങളിൽ AAP പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സജ്ജീകരണങ്ങൾ ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ ആം ആദ്മിയുടെ നേതൃത്വത്തിൽ, അതിലെ മന്ത്രിമാരുടെ നേതൃത്വത്തിലുണ്ടായത് വലിയ പ്രതിഷേധമായിരുന്നു. ആ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷവും ചെറു സംഘങ്ങളായി പ്രതിഷേധക്കാർ എത്തി റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ചിരുന്നു. അല്പം മുൻപായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുൻപിലും ആം ആദ്മി പ്രവർത്തകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ ഒരു പ്രതിഷേധവുമായി എത്തിയത്. അങ്ങനെ ഈ ഒരു ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്ന് കേജ്രിവാളിനെതിരായ ഒരു ഇടപെടലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ ആം ആദ്മി കടക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ എന്താണ്? व्यक्ति या व्यक्ति विशेष या पार्टी विशेष का मुद्दा नहीं है। ये मुद्दा व्यापक इसलिए है क्योंकि ये सीधा संबंध रखता है भारत के संविधान के मूल ढांचे से, जिसको आप बेसिक स्ट्रक्चर कहते हैं। जैसा कि आप जानते हैं, मूल ढांचे का जो पूरा कानून है वो ये कहता है, बड़ी बहुत अनूठी बात है भारत के बारे में, कि अगर कोई भी संवैधानिक संशोधन मूल ढांचे के विरुद्ध है तो संवैधानिक संशोधन भी असंवैधानिक करार किया जा सकता है। अब इसको हमने कैसे पक्ष रखा? जब आप इस प्रकार की चुनाव के लिए जो एक समतल जमीन आवश्यक है, अति आवश्यक है, अनिवार्य है, समतल जमीन, उस समतल जमीन को आप बदल देते हैं, उसको समतल नहीं रहने देते हैं दुरुपयोग करके एजेंसीज द्वारा, तो उसका सीधा दुष्प्रभाव पड़ता है स्वतंत्र निष्पक्ष चुनाव पर, फ्री एंड फेयर इलेक्शंस। उसका सीधा दुष्प्रभाव आगे पड़ता है गणतंत्र लोकतंत्र पे, डेमोक्रेसी। और स्वतंत्र निष्पक्ष चुनाव या लोकतंत्र गणतंत्र दोनों, उच्चतम न्यायालय ने केशवानंद भारती के समय से कहा है, बार बार कहा है, मूल ढांचे के एक अभिन्न अंग है।
तो जब आप समतल जमीन को बदल देते हैं, नॉन समतल बना देते हैं दुरुपयोग करके एजेंसीज का, तो आप सीधा उस मूल ढांचे पे प्रहार कर रहे हैं। असंवैधानिक, गैर कानूनी प्रहार, ये एक मूल मुद्दा है और इसके लिए सबसे बड़ा पुलिसमैन इस समतल जमीन का संविधान ने बनाया है, चुनाव आयोग को बनाया है। सिर्फ कोई स्टैट्यूटरी गठित संस्था नहीं है, ये संवैधानिक संस्था है। तो हमने उनको उनके उत्तरदायित्व की याद दिलाई और कहा कि आप बेझिझक होकर इस मामले में हस्तक्षेप करें। दूसरा पहलू हमने बड़ा रोचक रखा उनके सामने, हमने उदाहरण तो दिए, अभी मैं 2-3 दूंगा। स्वतंत्र भारत के 75 वर्ष के इतिहास में कई सरकारें आई हैं, उसका रंग ये भी हो सकता है, ये भी हो सकता है, ये भी हो सकता है। इसी सत्तारूढ़ पार्टी की सरकारें पहले आई हैं, लेकिन 75 वर्ष में कभी भी चुनाव के बिल्कुल शुरू में, चुनाव के आसपास പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അഭിഷേക് മനു സിംഗ്വി. കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്കെതിരെ ഉള്ള പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. അച്യുതൻ തുടരുന്നുണ്ട്. അച്യുതൻ, കോടതിക്ക് പുറത്ത് വലിയ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അല്പസമയത്തിനകം വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഗോകുൽ, ഉത്തരവ് ഏതാണ്ട് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത്. കേജ്രിവാളിനെ അകത്തേക്ക് കൊണ്ടുപോയത് മറുവശത്തുള്ള ഗേറ്റ് വഴിയാണെങ്കിൽ ഒരു പക്ഷേ തിരിച്ചു കൊണ്ടുവരുന്ന കവാടത്തിന് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്റെ പുറകിലായി കാണാൻ കഴിയും വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ഈ പ്രദേശത്തുണ്ട്. ഒപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ ഉൾപ്പെടെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും ഇതിന്റെ ഭാഗമായി ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പല റോഡുകൾ ഇപ്പോഴും പൂർണ്ണ ബന്ധിച്ചിരിക്കുകയാണ്. ഈ റോസ് അവന്യൂ കോടതിയുടെ ഇരു ദിശകളിലേക്കുമുള്ള റോഡുകൾ അത് പൂർണ്ണമായി ബന്ധിച്ചിട്ടുണ്ട്. BJP ആസ്ഥാനത്തേക്കുള്ള റോഡ് ബന്ധിച്ചിരിക്കുകയാണ്. ITO അങ്ങനെയുള്ള പല ഇടങ്ങളിലെയും റോഡുകൾ ബാരിക്കേഡുകൾ നിരത്തി ബന്ധിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ആം ആദ്മി പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചത്. 2 നിരയായി ബാരിക്കേഡുകൾ നിരത്തിയാണ് ആ ഒരു സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരടക്കം പല നേരങ്ങളിലായി അല്ലെങ്കിൽ മണിക്കൂറുകൾ ഇടവിട്ട് അതിൽ കൃത്യമായ പരിശോധനകളും നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും, കാരണം ഡൽഹിയിലെ മുഖ്യമന്ത്രിയെയാണ് ഇന്നലെ ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ അതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ക്രമസമാധാന നിലയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ക്രമസമാധാനം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സുരക്ഷ ഒരു വശത്ത് ശക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഈ ഉച്ചയ്ക്ക് പ്രതിഷേധം നടക്കുന്ന ഘട്ടങ്ങളിൽ പോലും ഏതാണ്ട് ആ പ്രതിഷേധം കെട്ടടങ്ങിയിട്ടും ഇടയ്ക്കിടയ്ക്ക് തന്നെ പ്രവർത്തകർ അവിടേക്ക് എത്തിയിരുന്നു. അത് ഈ ചെറു സംഘങ്ങളായി എത്തിയാണ് റോഡിൽ ഉപരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത്. അങ്ങനെ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉള്ള തയ്യാറെടുപ്പുകളാണ്. അല്പസമയം കഴിയുമ്പോൾ കോടതിയുടെ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അത് കേജ്രിവാളിന് അനുകൂലമാണെങ്കിൽ കാര്യങ്ങൾ മാറിമറിയും. എന്നാൽ കേജ്രിവാളിന് എതിരായിട്ടുള്ള ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ അടുത്ത ആം ആദ്മിയുടെ പ്രതിഷേധത്തിനായിരിക്കും ഡൽഹി സാക്ഷ്യം വഹിക്കുക. എന്തായാലും അതെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ഈ അറസ്റ്റ്, EDയുടെ അറസ്റ്റിനെ രാഷ്ട്രീയമായി, അതായത് ഇന്ത്യ മുന്നണിയും ആം ആദ്മിയും ഒരുപോലെ തന്നെ ഒരു പ്രചരണമാക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളും ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.